പ്രിയേക ദൈവത്തിന് സമർപ്പിക്കുന്ന ഏറ്റവും ലളിതമായ, ഏറ്റവും എളുപ്പമുള്ള, എന്നാൽ ഏറ്റവും ശക്തിയേറിയ ആരാധനയാണ് കുരിശ് വരയ്ക്കുന്നത്. ഈ പ്രാർത്ഥന ഞാൻ പറയാൻ പോകുന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ കുരിശ് വരയ്ക്കൊന്നും വേണ്ട, മറിച്ച് അത് ബോധപൂർവ്വം ചൊല്ലുക. ചൊല്ലിക്കേ: പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അല്ലെങ്കിൽ ആദിയിലെ പോലെ ഇപ്പോഴും ഓരോരുത്തർ ഓരോ സഭയിൽ ചൊല്ലുന്ന വിധത്തിൽ എങ്ങനെയാണോ അങ്ങനെ, അല്ലെങ്കിൽ അത് ചൊല്ലുന്നത് ആദ്യം മുതൽ എന്നേക്കും ആമേൻ എന്നാണ്. അപ്പോൾ അങ്ങനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെയാണ്? അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും 10 പ്രാവശ്യം ചൊല്ലണം. എന്നിട്ട് നന്മ നിറഞ്ഞ മറിയം കൊന്തയ്ക്ക് ചൊല്ലുന്ന പോലെ 10 പ്രാവശ്യം ചൊല്ലിയിട്ട് പിന്നെ സ്വർഗ്ഗസ്ഥനായ പിതാവേ ചൊല്ലുന്ന സ്ഥലത്ത് എന്ത് ചൊല്ലണം? ഇങ്ങനെ പ്രാർത്ഥിക്കണം: പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റായി എൻ്റെ മകളുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കണമേ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോണം, ഭയങ്കര വിലയേറിയ പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റായി എൻ്റെ മകളുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കണമേ, ആഞ്ഞു വീശണമേ. എന്നിട്ട് എൻ്റെ മകളുടെ ഹൃദയത്തിലുള്ള തെറ്റായ ബോധ്യങ്ങളും തെറ്റിദ്ധാരണകളും ഇപ്പോൾ അവിടെ ഇറങ്ങിപ്പോകാൻ അവളെ ഇടയാക്കി പ്രേരിപ്പിച്ച എല്ലാ ഘടകങ്ങളും എടുത്തു മാറ്റണമേ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും പിതാവിനും പുത്രനും 10 പ്രാവശ്യം, വീണ്ടും സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ സ്ഥലം 11ാമത്തെ തവണ എത്തുമ്പോൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റായി പ്രാർത്ഥിക്കണം. അങ്ങനെ 10 പ്രാവശ്യം ചൊല്ലുമ്പോൾ 100 ആയി. ഒന്നുകൂടെ ചൊല്ലണം, 101 ആയി. 101 തവണ ചൊല്ലുക.